ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 12:30 ഞാൻ ആദ്യത്തെ ഒരു ഫസ്റ്റ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലോസാണ് ബുക്ക് ചെയ്തത്. 11:41 എടുത്തു. ഒരു 5 മിനിറ്റ് 4 മിനിറ്റിനുള്ളിൽ നമ്മുടെ ലോസാണ് ബുക്ക് ചെയ്ത്. അത് ഞാൻ റെക്കോർഡ് ഓണാക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിരുന്നു. ഇനിയിപ്പോൾ അടുത്തൊരു സെക്കൻഡ് ട്രേഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ട്രേഡിൽ എൻട്രി എടുത്ത്. അത് അവിടുന്ന് തന്നെ ഇപ്പോൾ ഒരു റെഡ് ക്യാൻഡിലായി മാറിയിട്ടുണ്ട്. സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും പ്ലേസ് ചെയ്തേക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ആ ഒരു ക്യാൻഡിലിൻ്റെ ലോയിൽ തന്നെയായിരിക്കും. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ തന്നെ ആയിരിക്കും നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 83 100 ഓക്കെ, ഈ ഒരു റേഞ്ചിൽ വരും. ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ കോസ്റ്റിൽ തന്നെ എന്ന് പറയാൻ വേണമെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഒരു 3000 അടുപ്പിച്ച് ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും റിസ്ക് എടുക്കണ്ട. നമ്മൾ ട്രേഡ് എടുത്ത ഉടനെ മാർക്കറ്റ് നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ടാണ് റെഡ് ക്യാൻഡിൽ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് കീപ്പ് ചെയ്തേക്കാം. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 5 ഇപ്പോൾ 620 റൺ ചെയ്യുന്നുണ്ട്. 594 ട്രിഗർ ₹1 കൂട്ടിയിട്ട് 595 നമുക്ക് കൊടുത്തേക്കാം. 595 റൈറ്റ്. ഇപ്പോൾ ഒരു 3000 അടുപ്പിച്ച് ലോസ് റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ആദ്യത്തെ ഒരു ട്രേഡിൻ്റെ ഒരു 2000+ ഒരു 3000 അടുപ്പിച്ചോളം ലോസ് ഉണ്ടായിരുന്നു. നമുക്ക് പ്രീമിയത്തിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് പ്രീമിയത്തിൻ്റെ ചാർട്ടിലും കൂടെ ജസ്റ്റ് ഒന്ന് നമ്മളുടെ എൻട്രിയും എക്സിറ്റും ടാർഗറ്റ് പോയിൻറ്റും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണ് നമ്മളുടെ എൻട്രി കിട്ടിയത്. പക്ഷേ ഇത് കണ്ടോ, ഒരു ആവറേജ് ഒരു 642.11 ആണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമുക്ക് ഒരു ഹയർ റേഞ്ചിൽ ഇവിടെ ഈ ഒരു റേഞ്ചിൽ നമ്മളുടെ എൻട്രി പോയിൻ്റ് ലൈൻ കാണിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ എൻട്രി ക്യാൻഡിൽ എന്ന് പറഞ്ഞ് ഈ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്ന ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് എൻട്രി കിട്ടിയേക്കുന്നത്. സോ നമുക്ക് ഏതായാലും നമ്മളുടെ എൻട്രി പോയിൻറ്റിന് അവിടെ നിന്ന് വയ്ക്കാം. പിന്നെ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. വേണ്ട, ഒരു ഗ്രീഡ്നെസ് കാണിക്കേണ്ട. നമ്മളുടെ ഒരു ആവറേജ് ഒരു 50 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ബുക്ക് ചെയ്തേക്കാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ് ഈ ഒരു ഏരിയയിലായിരിക്കും. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 1663 675 റൈറ്റ്. ഓക്കെ, 675 അടുപ്പിച്ച് വരും നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു കോസ്റ്റിൽ തന്നെ അല്ലെങ്കിൽ കോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെന്നും പറയാം. ജസ്റ്റ് മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ട് മൂവ് ചെയ്യുന്നു. ഇവിടുന്ന് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് മൂവ് ചെയ്താൽ ഒരു 4000+ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ലോസിനെ റിക്കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഓവറോൾ ഒരു 7000 ആണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത്. ഈ ഒരു 2000+ ലോസും കഴിഞ്ഞിട്ട് ഒരു ഓവറോൾ ഒരു 4000+ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. സോ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എന്നറിയില്ല. ഇപ്പോൾ മാർക്കറ്റ് ജസ്റ്റ് ചെറിയൊരു നെഗറ്റീവിൽ റൺ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാർക്കറ്റിൽ അത്യാവശ്യം ഒരു ഫോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഫോൾ കണ്ടിട്ട് ഒരുപാട് സെല്ലേഴ്സ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്ത് കാണും. ആ ഒരു സെല്ലേഴ്സിൻ്റെ ഒക്കെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് ഒരു ഹയർ സൈഡിലേക്ക് പോകാനാണ് ചാൻസസ്. സോ അങ്ങനെ സെല്ല് ചെയ്തിരിക്കുന്നവരെല്ലാം സ്റ്റോപ്പ് ലോസസ് ഹണ്ട് ചെയ്യാൻ മാർക്കറ്റ് മേളിലേക്ക് പോകുന്നതോടൊപ്പം നമ്മളും കൂടെ മാർക്കറ്റിൻ്റെ ഒപ്പം മൂവ് ചെയ്യുന്നു. ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നു. ഇതാണ് ഇന്നത്തെ പ്ലാൻ. സോ ഇപ്പോൾ ജസ്റ്റ് വീണ്ടും കോസ്റ്റിൽ തന്നെ റൺ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ഒരു കണ്ടിന്യൂസ്ലി ഒരു നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം പെട്ടെന്നുണ്ടാവും, നല്ലൊരു മൊമെൻറ്റം കിട്ടും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്രയും വേണ്ടൊരു മൊമെൻറ്റം കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു 3000+ അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ട്രേഡിൽ നമ്മൾ നമ്മുടെ ലോസാണ് ബുക്ക് ചെയ്ത്. സെക്കൻഡ് ട്രേഡ് ഇപ്പോൾ ജസ്റ്റ് കോസ്റ്റിൽ തന്നെ റൺ ചെയ്യുന്നുണ്ട്. നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ. മാർക്കറ്റ് നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കുമോ ലോസ് ആയിരിക്കുമോ തരുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ ഇന്നലത്തെ ട്രേഡ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഫസ്റ്റ് ട്രേഡ്, ഇന്ന് ഞാൻ ഇച്ചിരി തിരക്കാണ്, ഇച്ചിരി പരിപാടികളുമായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രേഡ് തീർന്ന് കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷം. പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് അതുകൊണ്ട് എനിക്ക് റെക്കോർഡ് ഓണാക്കി വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെയൊക്കെ ട്രേഡ് എങ്ങനെ ഉണ്ടെന്നും നിങ്ങളുടെയൊക്കെ ട്രേഡ് എങ്ങനെ പോകുന്നു എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു യൂസ്ഫുൾ ആയിരിക്കും. സോ നല്ലൊരു കാര്യമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വെച്ചിട്ട് എല്ലാവരും പ്രോഫിറ്റബിൾ ആവട്ടെ. എല്ലാവർക്കും നമ്മളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു യൂസ്ഫുള്ളായ കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചിലവർ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാനും ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മാത്രമല്ലാതെ മറ്റു പല ജോലികളും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതിനെ മോണിറ്റർ ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ അത് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഈ മോശ സംസാരങ്ങൾ അങ്ങോട്ട് നമുക്ക്
അറിവുള്ള കാര്യങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പക്ഷേ അങ്ങനെ മാത്രമായിരിക്കില്ല. ഇപ്പോൾ നമ്മൾ കമൻറ്റിൽ തന്നെ നമ്മൾ ആരോടും ഒരു രീതിയിൽ മോശമായ ഒരു കണ്ടൻറ്റും നമ്മൾ ഇതിൽ കൂടെ റിവീൽ ചെയ്യുന്നില്ല. എന്നിട്ടും ഒരുപാട് പേരൊക്കെ വന്ന് മോശമായിട്ട് കമൻറ്റ് ചെയ്യും. അതൊക്കെ ഓക്കെ, പ്രശ്നം സാരമില്ല, അതൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ്. അതൊക്കെ ചിലപ്പം ഒരുപാട് ഫീമെയിൽസായ ആൾക്കാരും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർക്കൊക്കെ ചിലപ്പോൾ അതൊന്നും കേൾക്കുമ്പോൾ അതൊരു മോശമായിട്ട് തോന്നും. പിന്നെ അതിനെ ഞാൻ കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും ഇത് ചെയ്യാത്ത. അല്ലെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. കാരണം നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പ്രോഫിറ്റബിൾ ആവുകയും അയാൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ, പൈസ ഉണ്ടാക്കിയില്ലെങ്കിലും പൈസ പോവാതിരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയ കാര്യമല്ല. ഇപ്പോൾ എന്നെക്കാട്ടിലും അറിവുള്ള ഒരുപാട് പേര് ഈ വീഡിയോസ് കാണുന്നുണ്ടാവും. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നല്ല ഐഡിയാസ് ഉള്ളവരും നല്ല വ്യൂ ഉള്ളവരും ഉണ്ടാവും ഇത് നമ്മുടെ കൂടെ. അപ്പോൾ അവരുടെ വ്യൂ ഒക്കെ അതിൻ്റെ അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും മറ്റുള്ളവർക്കും ഒക്കെ അത് യൂസ്ഫുൾ ആവുന്ന കാര്യമാണല്ലോ. സോ അതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എത്രത്തോളം ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി ഒരു ഫോട്ടോ ഇട്ടാലോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരു സാധനം ഇട്ടാലോ, പ്രധാനമന്ത്രി ഒരു സാധനം ഇട്ടാലോ അതിൻ്റെ അകത്ത് താഴത്ത് എന്ന് ചീത്ത വിളിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ നമ്മളത് അങ്ങനത്തെ അത്രയും വലിയ ആൾക്കാരുടെ പ്രൊഫൈലിൽ ചെന്ന് വരെ അത്രയും മോശമായ കാര്യങ്ങൾ സംസാരിക്കുന്നവരാണ് നമ്മളെല്ലാവരും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു കുഞ്ഞ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയാൽ അതിൻ്റെ അകത്ത് മോശമായിട്ടൊക്കെ സംസാരിച്ചാൽ നമുക്കും കൂടെ അത് മോശമല്ലേ. കാരണം നല്ല കാര്യങ്ങൾ, നല്ല ചിന്തകളൊക്കെ ഷെയർ ചെയ്യാനാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. നോക്കാം, എല്ലാവരുടെയും അഭിപ്രായവും ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വച്ചിട്ട് അപ്പം ഇങ്ങനെ ഒരു എക്സീഡ് ദ ലിമിറ്റ് കഴിയുവാണെന്നെങ്കിൽ, അല്ലെങ്കിൽ മോശമായി ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അല്ലാതെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കണ്ടൻറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അയാളെ ബ്ലോക്ക് ചെയ്യുക, വെളിയിൽ കളയുക എന്നൊക്കെ ഒരു ക്രൈറ്റീരിയ ഒക്കെ റൂൾസൊക്കെ വച്ചിട്ട്, ഒരു തമ്പ് റൂളൊക്കെ വച്ചിട്ട് വേണമെങ്കിൽ നമുക്കതൊന്ന് ആലോചിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം നമ്മുടെ ഇൻറ്റൻഷൻ ഇത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ചാനലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് മറ്റുള്ളവർക്ക് യൂസ്ഫുള്ളായിട്ട്, നമ്മളുടെ അറിവുകൾ മറ്റുള്ളവർക്ക് ഒരാൾക്ക് യൂസ്ഫുള്ളായിട്ട് ഒരു സംഭവം നമുക്ക് കൊടുക്കാൻ പറ്റണം. അതുകൊണ്ട് അയാൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവണം. നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും അറ്റ്ലീസ്റ്റ് പ്രോഫിറ്റബിൾ ആയില്ലെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് നടക്കുന്നത്, ഇതൊക്കെയാണ് സംഭവങ്ങൾ, ഗ്ലോബൽ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു, ഇന്ത്യൻ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു, കമ്മോഡിറ്റീസിൽ എന്ത് സംഭവിക്കുന്നു, ഇൻഡെക്സിൽ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ അവർക്ക് സഹായിച്ചാൽ നല്ല കാര്യമായിരിക്കും. സോ അതാണ്. നിങ്ങളും കൂടെ നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ട്രേഡേഴ്സ്, എക്സാക്ട്ലി മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റ് അടിച്ചിട്ട് മാർക്കറ്റ് തിരിച്ച് പോന്നിട്ടുണ്ട് താഴത്തോട്ട്. ഞാനേ ആ സമയത്ത് കുറച്ച് നേരം എനിക്ക് സിസ്റ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്നൊന്ന് മാറേണ്ടി വന്നു. അപ്പോഴത്തേക്കും മാർക്കറ്റ് അവിടെ പോയി ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. മാർക്കറ്റ് വീണ്ടും മേളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ എക്സാക്ട്ലി നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, ഇപ്പോഴും നോക്കിയാൽ കാണാൻ പറ്റും. ഒരു സ്പൈക്ക് എക്സാക്ട്ലി നമ്മളുടെ ടാർഗറ്റിലായിരുന്നു തന്നിരുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് മേളിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഇനി അതല്ല ഇവിടുന്ന് റിവേഴ്സൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമ്മളുടെ
കോസ്റ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്തേക്കാം. വേറെ ഒന്നുമല്ല, നമ്മളുടെ ടാർഗറ്റ് ഏരിയ നമ്മുടെ കുഴപ്പം കൊണ്ടാണ് നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്യാഞ്ഞ്. അപ്പോൾ മാർക്കറ്റ് നമ്മളോട് സിസ്റ്ററിൻ്റെ മുന്നിൽ നിന്ന് എണീറ്റ് പോകുന്നു, ഇത് നോക്കാതെ ഇരിക്കുക എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഓക്കെ, ഗെയിൻ 4000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. 4100, 4200. ഏതായാലും നോക്കാം ട്രേഡേഴ്സ്, മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റ് ഓർഡറിൽ എക്സിറ്റ് ചെയ്തേക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം ട്രേഡേഴ്സ്, 747, 74, 72, 4000 പ്ലസ് ചെറിയൊരു മൊമെൻറ്റം മേളിലേക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് റിജക്ഷൻ ക്യാൻഡിൽ റിജക്ഷൻ ക്യാൻഡിലാവും ട്രേഡേഴ്സ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിവിടെ മാർക്കറ്റ് ഓർഡറിൽ നമുക്ക് എക്സിറ്റ് ചെയ്തേക്കാം. ഞാൻ മാർക്കറ്റ് ഓർഡറിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ജസ്റ്റ് നമുക്ക് ഇനി വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഏതായാലും നമ്മുടെ മാർക്കറ്റ് ഓർഡറിൽ നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ നമ്മുടെ ലോസും കഴിഞ്ഞിട്ട് ഓവറോൾ ഒരു 3600 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു.